എന്റെ ക്ലാസ് എടുത്ത് ചേട്ടന്റെ പേരൊന്നും എഴുതിച്ചിട്ടില്ലല്ലോ. ഇതെന്റെ ക്ലാസ് നിനക്ക് അറിഞ്ഞൂടെ? ചേട്ടൻ അടുക്കളയിൽ പോയി വേറെ ക്ലാസ് എടുത്തൂടെ ചേട്ടാ? എന്റെ ക്ലാസ് ഉണ്ടാ, നീ കുടിക്കണം കേട്ടാ, മര്യാദക്ക് നന്നോളൂ. ചേട്ടൻ എല്ലാ ദിവസവും കുടിക്കാറില്ല, ഇന്നൊരു ദിവസം ഞാൻ കുടിച്ചു. നിന്റെ ക്ലാസ് ഇതാണ് ഇത് നീ ഇതിലല്ല കുടിക്കാറ്, എനിക്ക് തന്നോ, മര്യാദക്ക് തന്നോ. ചേട്ടൻ പറ്റില്ല, എല്ലാ ദിവസവും ചേട്ടൻ ഇതില് കുടിക്കാറ്, ഇന്ന് ഞാൻ കുടിക്കട്ടെ. അച്ഛനോട് ഞാൻ പറഞ്ഞു കൊടുക്കൂട്ടാ. അച്ഛനോട് ആരാന്ന് വെച്ചാ പറ. എന്താ ഇവിടെ ഒരു ബഹളം? അച്ഛൻ ചില്ലറാകുന്നില്ല അച്ഛമ്മ. എന്തിനാണ് നീ അവന്റെ ചില്ല് ഗ്ലാസ് എടുത്തത്? അച്ഛൻ എല്ലാ ദിവസവും ചേട്ടനെ കുടിക്കാറ്, ഇന്ന് ഞാൻ കുടിക്കട്ടെ. ഒരു ദിവസം അവിടെ കുടിച്ചോട്ടെ കേട്ടാ. ഇന്നൊരു ദിവസം കേട്ടാ, നാളെ ഞാൻ കുടിക്കൂട്ടാ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ കാപ്പി കുടിക്കുന്നത് പല്ല് വെച്ചിട്ടാണോ? ഇവിടെ പല്ല് വെച്ചിട്ട് ചായ കുടിക്കണമെന്ന് പല ദിവസം ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ അടുത്ത്? ഉടനെ പല്ല് വെക്കാതെ ചായ കുടിക്കും. പല ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരെടുത്തും. കാപ്പി ആയാലും ചായ ആയാലും പല്ല് വെച്ചിട്ട് മതി. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പല്ല് കഴിക്കണം. അതങ്ങനെ എടി മല്ലിയേ മല്ലിയേ എടി ഇവരെ പല്ല് വെച്ചിട്ട് കാപ്പി കുടിക്കപ്പെടുന്നു പല ദിവസവും ഞാൻ പറഞ്ഞിട്ടില്ലേ? രണ്ടുപേരും കൂടെ ഇനി പല്ല് വെച്ചിട്ട് പോയി കാപ്പി കുടിക്കും. ഇറങ്ങ് പോയി പല്ല് വെച്ചിട്ട് ചായ കുടിക്കാം. എന്നാ പോയിട്ട് പോയി. എന്റെ കുഞ്ഞുട്ടാ, ഇപ്പൊ എത്ര വർഷമായി ഇവിടെ? മാസോ കൊല്ലോ? ഈടെ ചെങ്ങായി എന്റെ അമ്മാനച്ചന്റെ കൂടെ പണിക്കുന്ന ആളാണ് ഇവിടെ, അല്ലേ? അല്ലേ? ആ കഴിഞ്ഞ് മൂപ്പരും മരിച്ച് ഈ കട എന്നെ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ എന്റെ അടുത്ത് ഈ കാലം എത്രയായി? ഒരു ടവലിന്റെ അരി എനിക്ക് അടിക്കാൻ പറ്റുണ്ടോ കുഞ്ഞുട്ടാ? എന്താ ഈ ഉദ്ദേശിക്കണേ? ഇതിന്റെ അളവ് നമുക്ക് പിടുത്തം കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ ഞാൻ ഈ കാണിച്ചേരനെ ഒന്ന് ശ്രദ്ധിക്ക്. ഇതാ ഇതിപ്പോ ഒരു തുണിയാന്ന് വിചാരിക്ക. ഇതിപ്പോ ഒരാള് തുണി ഇങ്ങനെ തന്ന് അതിങ്ങനെ നീളത്തതാ, ഇങ്ങനെ ഒരു തുണിയാണ്. അല്ല ഇത് കടലാസല്ലേ? അതെ, ഇതൊന്ന് അല്ലാ ഒരു സങ്കല്പം ഇല്ലാത്തൊരു മോഡലാണ്. സങ്കല്പിച്ചു. എടാ ഇതൊരു തുണിയാണ്. ഇതിപ്പോ ഒരാളൊരു ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരാള് ഒരു തുണി തന്ന് അത് തയ്ക്കാൻ തന്ന്, ആ തുണി ആണിത് കേട്ടോ. അപ്പൊ ഇതൊരു ഷിമ്മി അടിക്കാൻ വേണ്ടിട്ട് തന്നാ വിചാരിക്കാം. അപ്പൊ അങ്ങനെ അടിച്ച്, കാരണം അതാ എനിക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമാണ്. അതിങ്ങനെ അങ്ങോട്ട് മടക്കി ഇതോ സമായിട്ട് ഇങ്ങോട്ട് മടക്കുക ഇതോ ഒരളവില്. ഇതാ ഇത് ഷിമ്മി അടിക്കാച്ചെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടോ, ഇതാ അതിന്റെ കഴുത്ത് വെട്ടുകയാണ്. ആദ്യം കഴുത്ത് വെട്ടണം. അതിന്റെ ആ കഴുത്ത് ഇതപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ മടക്കിയിട്ട് ഇതങ്ങനെ ഒരു ഇതണ്ട ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു ഇതാ വെട്ടി കഴിഞ്ഞാല് ആ പീസ പോയില്ലേ? ഇതപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഒരു പീസ്, ഇത് മനസ്സിൽ വെച്ചോ, ഇങ്ങനെ ഒരു പീസാണ് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് എടുത്തത്. ശരിയല്ലേ? ഇനി ഇതാ രണ്ട് കൈ വേണല്ലോ, ആ കൈ വേണല്ലോ, ആ കൈയിന്റെ ഭാഗം നമ്മളിത് അങ്ങനെ ആ കൈ തയ്പ്പിക്കാനുള്ള ഭാഗം ഇതാ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് വെട്ടാണ്. ഇതന്നെ ഞാൻ പറഞ്ഞത് റിസ്ക് പിടിച്ച പണിയാ ടൈലറിങ്. ഇതിങ്ങനെ വളച്ചു കൊണ്ടോണ്ടേക്ക ഇത് സാധനം വളച്ചു കൊണ്ടുവരണമെങ്കിൽ കാർ ഓടിക്കൊന്നല്ലോ. ഈ കത്രിക എടുത്തിട്ട് ഈ വരച്ച് തരുന്ന ഭാഗത്തു കൂടെ അങ്ങനെ അങ്ങോട്ട് വെട്ടല്ലേ വേണ്ടോ? എന്നിട്ട് അപ്പൊ ഇതിപ്പോ എങ്ങനെ വരിക? ഇതാ എന്നിട്ടോ തലയും കാലും തലഭാഗം കാലും അല്ല ദജ്ജാലേതാ, ഇതിങ്ങനെ നീർത്തി വെക്കാൻ അറിയാം. ഇവിടെ കഴുത്ത് വരും, ഈ ഭാഗത്ത് ഇങ്ങനെ കയ്യിന്റെ ഭാഗം. മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെയാണ് അതിന്റെ പണി. ഇത് ആദ്യം ചെയ്ത് പഠിച്ചാലാണ് പിന്നെ നമുക്ക് ഇപ്പൊ വേറെ എന്തെങ്കിലും ബ്ലൗസ് ആണെങ്കിലും ഷർട്ട് ആണെങ്കിലും ഒക്കെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ. ടാപ്പ് ഉണ്ടല്ലോ, ടൈലർ ടാപ്പ്, അതൊരു എന്താണ് പിന്നെ നമ്മളെ തുണിയുടെ ക്യാഷ് തന്നില്ലല്ലോ ഇതുവരെ? മറ്റേ യൂണിഫോമിന്റെ തയ്ച്ചല്ലേ? ഞാന് അല്ല പരീക്കുട്ടി പരിങ്ങാതെ പറയും. അല്ല എന്താ സംഭവം എന്ന് അറിയോ? സംഗതി ഇപ്പൊ എന്താ വെച്ചാല് നമ്മൾ ഈ സീസൺ വരുമ്പോ ആകെ അങ്ങോട്ട് തിരക്ക് വരുമ്പോ അതൊക്കെ മേടിച്ച് വെക്കാണ്. പിന്നെ ഇപ്പൊ നിങ്ങളെ പോലുള്ള ട്രെയിലർമാർക്ക് ഒരു 10 പീസ് വീതം ഞാൻ തന്ന് ഏൽപ്പിക്കണു, നിങ്ങൾ അത് ചെയ്ത് തരുകയും ചെയ്ത്
പക്ഷെ മുതൽ ഇവിടുന്ന് മേടിച്ചു കൊണ്ടോണ്ട രാജ അതല്ലേ. ഇതിപ്പോ നമ്മള് പണി ചെയ്ത് തന്നില്ല, അത് വാങ്ങിക്കേണ്ട ഉത്തരവാദിത്തം പരീക്കുട്ടിക്കല്ലേ. അതെ അതെ, ഉത്തരവാദിത്തമൊക്കെ ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ അതൊരു അടുത്ത ആഴ്ച അങ്ങോട്ട് എടുക്കാം. അടുത്ത ആഴ്ച അടുത്ത ആഴ്ച പണ്ട് നിന്റെ ഡേറ്റ് ആണ്. ഞാൻ 3 ദിവസം അവധി തരാം. 3 ദിവസം എനിക്ക് അത്യാവശ്യമാണ്. എനിക്കൊരാൾക്ക് കൊടുക്കാനുള്ള അത്യാവശ്യം 3 ദിവസത്തെ ഡേറ്റ്. അതിനെ പരീക്കുട്ടി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത്. അല്ല എന്താ സംഭവിച്ചാലേ ഇവിടെ ഇപ്പോ ആദ്യമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഡേറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഞാൻ എനിക്ക് തരാൻ നോക്കാം. അല്ലാണ്ട് അപ്പൊ ഒരാഴ്ചത്തെ സമയം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒരാഴ്ച സമയം. നിക്കടാ എന്താണ് ഫോൺ എടുക്കുന്ന ഒരാഴ്ചത്തെ സമയം. ഒരാഴ്ച സമയം. ഒരു മിനിറ്റ് എന്താണ്? ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താണ് ഒരു തുണി മൊത്തം അടിച്ചിടാലോ, അളവ് പ്രശ്നമില്ല. എന്തെന്റെ ദജ്ജാല ഈ പറഞ്ഞത്? ഇതെന്താ ഇവിടെ അറബികളുടെ ലോഹ തയ്ക്കാണ്? അല്ല, ഇവിടെ 2 ഓട്ടോ വെച്ചാ കാണുകയും കടന്ന് പോയിക്കോച്ചാ അവിടുന്ന്. ആ കോഡ് റസിയാണ് വിളിച്ചത്. എന്താ നോക്കട്ടെ. ഹലോ, ആ ആര്? ഏതാ നീ? വിരുന്നുകാരനാ? ആരാന്ന് പറയാ, ആരാന്നില്ലേ പറയാൻ പറ്റൂല. അതെന്തപ്പോ ഇത് എനിക്ക് നേരിട്ട് പറഞ്ഞാല് ഇതാവുള്ളൂന്ന്. അല്ല, ഇവിടുന്ന് അങ്ങനെ ഇറങ്ങി വരാൻ പറ്റുമോ? ഇവിടെ ആൾക്കാർ ഓരോ പണിക്ക് ഇപ്പൊ ഞാൻ വരണെന്നാ? അങ്ങനത്തെ അതിഥിയാ? എന്താ ഈ പറയണേ? ഞാൻ പോരാ ഇപ്പൊ അങ്ങോട്ട് വരാം. ഇതപ്പ അങ്ങോട്ട് വരാം. ഡാ കുഞ്ഞുട്ടാ, ഞാൻ വരുന്നിട്ട് ആരെങ്കിലും വിളിച്ചാ പറയും. ഇതാ വരുന്നേ, ഇപ്പൊ വരാം. ഇതാ വരുന്നേ. റിസ്ക് പിടിച്ച പണിയാണെങ്കിൽ ഈ പണിക്ക് വരത്തില്ല. അതൊന്നും നോക്കിയാണെന്ന് ഇപ്പൊ കിട്ടൂല. ആ പെണ്ണ് കെട്ടലുണ്ടാവൂല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ഡേറ്റ് നോക്കിയിട്ടേ എന്നെ വിളിക്ക്. ഞാനപ്പോ അവരോട് സംസാരിക്കാം കേട്ടാ. അപ്പൊ ഇതെന്തായി കട തുറന്നില്ലേ? അതെ, ഒന്നും പറയണ്ട. വല്ലാത്തൊരു ഇതായിട്ടാ ഞാൻ പോണേ. എന്തു പറ്റി? വീട്ടിൽ അത്യാവശ്യമായിട്ടൊന്ന് ചെല്ലണം. അവിടെ ആരും പെറാൻ കിടപ്പണ്ട. ഇജ്ജറിഞ്ഞോ? എന്ത്? അല്ല, റേസിയാക്ക് ചെറിയൊരു വിശേഷം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചേ. ആണാ? ഞാനൊരു പ്രാസത്തിന് അങ്ങനെ പറഞ്ഞല്ലേ, അപ്പൊ കോളടിച്ചല്ല. അല്ല, ഇജ്ജ് ചോദിച്ചപ്പോ വിചാരിച്ചു ഇജ്ജറിഞ്ഞോ? ഇല്ല, അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യണം. നമ്മുടെ വർഗീസ് ഡോക്ടറല്ലേ, പുള്ളിയുടെ മോന് ഈ ഗൈനക്കോളജിക്ക് മാത്രമായിട്ട് ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട്. അത് ശരി. അവിടെ കാണിച്ചാ മതി. അതെ, ഒരു പേഷ്യന്റിനെ റെഫർ ചെയ്ത ഒരു 10% കമ്മീഷൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ പായ ഇതൊന്നും കമ്മീഷൻ അടിക്കാൻ നിൽക്കുക? എന്താ പരീക്ക, എനിക്ക് കമ്മീഷൻ അടിക്കാനല്ല, നിനക്ക് അത്രയും കുറച്ച് കിട്ടിയ ഒരു ആശ്വാസമല്ലേ. അങ്ങനെ നമുക്ക് അവിടെ കാണിക്കാം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങോട്ട് കേട്ടപ്പോ മുതലേ നെഞ്ചിലൊരു പെടപ്പാ. വയറ്റിലല്ലേ? അത് ഓൾക്കുമായിട്ടുണ്ട്. എന്റെ നെഞ്ചല്ലേ പെടക്കാ. ഓരോരുത്തർ തന്നെ വളർത്തിണ്ടാക്കിയത് എങ്ങനെ നിൽക്കും പറഞ്ഞെടുക്കാറുള്ളൂ. എന്നാലും ഭാഗ്യമേ ഈ നേരത്തെ. ശരി, ഞാൻ കല്ലട്ടെ കേട്ടാ. പിന്നെ ചെലവുണ്ടാ. ആയിക്കോട്ടെ. ചിരിയുടെ തരികിട മേളം പൂരം കുട്ടീസ് 3 കുട്ടീസ്.